നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റും കൂടി ചെയ്യണേ. അപ്പൊ അധികമൊന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കും. അതായത് സിങ്ങും ഹാനും കൂടിയിട്ട് ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ ഒരാളാണെങ്കിൽ നമ്മളെ ഹാനെ നോക്കുന്നത്. ഇയാളെ പേര് പെങ് എന്നായിരിക്കും. ഇപ്പൊ നമ്മളെ സിങ് പോകുന്ന മീറ്റിങ്ങിൽ ഇയാളും ഉണ്ടാവുമായിരിക്കും. നമ്മളെ ഹാൻ ആണെങ്കിൽ സിങ്ങിന് ഇയാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ടൈം. നമ്മളെ സിങ് ആണെങ്കിൽ നേരത്തെ ഈ ഒരു മീറ്റിങ്ങിന് വരുന്ന എല്ലാരെ കൊണ്ടും പഠിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ ഇയാളെ കൊണ്ടും പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇയാളെ ആണെങ്കിൽ പുകഴ്ത്തി പറയുന്നുണ്ടാവേ. അതുകൊണ്ട് ഇയാളും ഇവളിൽ കുറച്ച് ഇൻട്രസ്റ്റഡ് ആവുന്നുണ്ടാവും. എന്നാലായിരിക്കും നമ്മളെ ചെക്കനെ മനസ്സിലാവുന്നുണ്ടാവുക ഇത്ര നേരം ഇവിടെ വന്നിട്ട് ആൾക്കാരെ കൊണ്ട് പഠിക്കുന്നതിനും എന്നുള്ള കാര്യം. ഈ ഒരു പെങ് അവിടുന്ന് പോകുന്നിടം ഹാൻ അത് സിങ്ങിനോട് ചോദിക്കുക. സിങ് ആണെങ്കിൽ പറയും എല്ലാരെ കൊണ്ടും അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതല്ലേ, കുറച്ചും കൂടി എല്ലാ കാര്യങ്ങളും ഫാസ്റ്റർ ആക്കാലോ എന്നൊന്നും പറയും. നമ്മളെ ഹാനും സിങ്ങിന്റെ ഈ ഒരു കാര്യത്തിൽ ഇംപ്രസ്ഡ് ആവും. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ ടൂനെയും കൂട്ടിയിട്ട് ലിൻജയാണെങ്കിൽ അവന്റെ പുതിയ ബാറിലേക്ക് വരികയും അവളും ഒരുപാട് ഹാപ്പി ആയിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ പറയും ഇവിടെയിലെ പാട്ട് പാടാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പാട്ട് പാടാൻ തുടങ്ങി. ജാജു ജാനാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിരിക്കും പാടുന്നുണ്ടാവുക. ഒരു രസം ഉണ്ടാവില്ലേ സംഭവം കേൾക്കാൻ. അതേ ടൈം അവളോടാണെങ്കിൽ അവൻ പറയും ഓക്കെ ഞാൻ പാടുന്നത് കൊണമില്ല, പക്ഷേ നിനക്ക് നല്ലോണം പാടാൻ അറിയാലോ, നീ വന്നിട്ട് പാടുന്ന് പറയേ. അവളാണെങ്കിൽ അടിപൊളിയായിട്ട് പാടുന്നുണ്ടാവും. അവനാണെങ്കിൽ ഫസ്റ്റ് ടൈം അവളിൽ ഇംപ്രസ്ഡ് ആവുന്നുണ്ടാവേ. എന്നിട്ട് അവനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കും ഇവളെയല്ലേ ഞാൻ വെറുത്തത്, ഇപ്പൊ എനിക്കത് അവളോട് സ്നേഹം തോന്നുന്നത്. ആ ഒരു കാര്യം അവന് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷേങ്കിൽ നമ്മൾ ദുൽഖർ പറഞ്ഞ പോലെ അവനാണെങ്കിൽ ആ ഒരു ടൈം ഒരു സ്പാർക്ക് അവളെ മേത്ത് വരുന്നുണ്ടാവേ. ഇനി ഇത് ലവിലേക്ക് പോകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. അങ്ങനെ അവനാണെങ്കിൽ ഓരോ വെറൈറ്റി സംഭവങ്ങളൊക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കും അവന്റെ ബാറിലെത്തത്. അവളും അവന്റെ കൂടെ ഒരുപാട് ഹാപ്പി ആയിരിക്കും. ഇതേ ടൈം ആയിരിക്കും സാങ് ആണെങ്കിൽ ആരോടോ സംസാരിച്ചിട്ട് നമ്മളെ പിള്ളേർ ഇരിക്കുന്ന ആ ഒരു റെസ്റ്റോറന്റ് ഇല്ലേ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. പിള്ളേരെ രണ്ടാളും ഒപ്പരം കണ്ടപാട് സാങ്ങിനാണെങ്കിൽ ദേഷ്യം പിടിക്കൂലേ. അവളാണെങ്കിൽ നേരെ വച്ച് നമ്മളെ ഹാനിന്റെ അടുത്തേക്ക് ഇരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ നമ്മളെ സിങ്ങിനോട് പണ്ടത്തെ എന്തെല്ലോ കാര്യങ്ങൾ പറയുന്നുണ്ടാവേ. പറഞ്ഞത് തന്നെയായിരിക്കും പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടാവുക. നമ്മളെ സിങ്ങിനാണെങ്കിൽ ദേഷ്യം പിടിക്കും. അതിന്റെ ഇടയ്ക്ക് അവളാണെങ്കിൽ പറയും ഹാൻ നിനക്ക് ഓർമ്മയുണ്ട പണ്ട് നീയും എന്നെ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിന്, ഇതുപോലെ നീ എനിക്കൊരു ഇൻവിറ്റേഷൻ കാർഡ് തന്നിന്, അതുപോലെയല്ലേ നീ ഇപ്പൊ സിങ്ങിനെ കൊണ്ട് നടക്കുന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടാവേ. ഇത് കേൾക്കുമ്പോൾ നമ്മള് സിങ്ങിന് കുശുമ്പ ദേഷ്യ എന്തെല്ലോ വരുന്നുണ്ടാവും. അവളാണെങ്കിൽ പറയും എനിക്ക് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് ഞാൻ പോകുന്നെന്ന് പറയേ. സാങ് ആണെങ്കിൽ പറയും പോകല കുറച്ചും കൂടി കേട്ടിട്ട് പോകാന്ന് പറയുമ്പോൾ ഹാൻ ആണെങ്കിൽ പറയും നിനക്ക് വർക്ക് ചെയ്യാനല്ലേ നീ പോയിക്കൊന്നെന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവും. എന്നിട്ട് ഹാൻ ആണെങ്കിൽ സാങ്ങിനോട് പറയും ഞാൻ നിന്നോട് എന്ത് ചെയ്തിനോ ഒരിക്കലും അതുപോലെയല്ല ഞാൻ സിങ്ങിനോട് ചെയ്യുന്നത്, അതുകൊണ്ട് വെറുതെ പണ്ടത്തെ കാര്യങ്ങൾ എടുത്തിട്ടിട്ട് ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യേണ്ടെന്ന് പറയും. പക്ഷേ സാങ് ആണെങ്കിൽ കരുതി കൂടിയിട്ട് സിങ്ങിനെ നമ്മളെ ഹാനിനെ വെറുപ്പിക്കുന്നതായിരിക്കും. ആ ഒരു കാര്യം നമ്മളെ ഹാനിനും മനസ്സിലാവുന്നുണ്ട്. നമ്മളെ സിങ് അവിടുന്ന് പോകുന്നേരം നമ്മളെ ചാങ്ങിനെ അവിടെ നമ്മൾ കാണുന്നുണ്ടാവും. പക്ഷേ അവനാണെങ്കിൽ ഇവരിടക്കൊന്നും പോയിട്ട് ഇരിക്കുന്നുണ്ടാവില്ല. അങ്ങനെ സിങ് പോയപാട് സാങ് ആണെങ്കിൽ പിന്നെയും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ ചെക്കനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവേ. അവനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവനും അവിടുന്ന് എണീച്ചിട്ട് പോകുന്നുണ്ടാവും. ഈ ഒരു കാര്യം നമ്മളെ സാങ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മളെ ഹാൻ അവിടുന്ന് പോകുന്ന ടൈം ആ ഒരു ചാൻ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവേ. ചാങ് വന്നപാട് നമ്മളെ സാങ്ങിനോട് ചോദിക്കും എന്നാണ് ഈ ഒരു പ്രാവശ്യം ആ ഒരു സിങ്ങിന്റെ മുന്നിൽ നീ തോറ്റോ, എന്തെങ്കിലും സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കും. സാങ് ആണെങ്കിൽ പറയും അവളെ മുന്നിൽ ഇപ്പൊ നല്ല ഒരിക്കലും ഞാൻ തോക്കൂല എന്ന് പറയേ. പിന്നെ ചാങ് അതിനെ കൊണ്ട് അധികമൊന്നും പറയുന്നുണ്ടാവില്ല. എന്നിട്ട് അവനാണെങ്കിൽ ഇവക്കൊരു നെക്ലേസ് എടുത്തിട്ട് കൊടുക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ പറയും ഈ ഒരു നെക്ലേസ് എന്തിനാന്ന്, ഇത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ, അത് മാത്രമല്ല നീ എനിക്കൊരു വാച്ചും വാങ്ങി തന്നെന്ന് പറയൂ. എന്നിട്ട് അവളാണെങ്കിൽ ഇതിനൊക്കെ ഞാൻ എങ്ങനെ നിനക്ക് തിരിച്ച് പൈസ തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ പറയും എനിക്ക് നിന്റെ പൈസ ഒന്നും വേണ്ട, അത് മാത്രമല്ല ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയും അല്ല, എനിക്ക് നിന്നോടുള്ള ഒരു ഇഷ്ടവും സ്നേഹവും കരുതലൊക്കെയാണ് ഞാൻ ഇതുപോലെ തരുന്നത്. മാത്രമല്ല ആ ഒരു ഹാനാണെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒട്ടും താല്പര്യമില്ല, നിന്റെ കമ്പനിയിൽ അവരാ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം, നീ ആണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മൊത്തം തിരിച്ചു കൊടുക്കുക, എന്നിട്ട് അതിന്റെ ഡബിൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയേ. നമ്മളെ സാങ് ആണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് അവൻ കൊടുത്ത നെക്ലേസ് തിരിച്ചു കൊടുത്തിട്ടാണെങ്കിൽ പറയൂ ഹാൻ ഓൾറെഡി നമ്മളെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലേ, ആ ഒരു കാര്യം തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, സ്നേഹപൂർവ്വം നിന്റെ ഓഫർ ആണെങ്കിൽ ഞാൻ നിരസിക്കുന്നതാണെന്ന് പറയേ. നമ്മളെ സാങ് ആണെങ്കിൽ പറയും ഓക്കെ കുഴപ്പമില്ല, നിനക്ക് ചിന്തിക്കാൻ എന്നും ടൈം ഉണ്ട്, അത്രയും ഞാൻ പറയുന്നുള്ളൂ എന്ന് പറയൂ. ഇതേ ടൈം ഹാൻ ആണെങ്കിൽ അവിടുന്ന് ഫുഡും വാങ്ങിയിട്ട് സിങ്ങിനെ കാണാനായിരിക്കും പോകുന്നുണ്ടാവും. അവക്കാണെങ്കിൽ ഒരു ഫുഡ് കാണുമ്പോൾ സന്തോഷമാകും. കാരണം വിശന്ന് പൊരിഞ്ഞിട്ടിരിക്കുന്ന ടൈമായിരിക്കും അവൾക്ക് ആ ഒരു ഫുഡ് കിട്ടിയിട്ടുണ്ടാവുക.
അങ്ങനെ അവർ രണ്ടാളും ഓരോന്ന് സംസാരിക്കുന്ന ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ പറയൂ, നിനക്കിങ്ങനെ റോ മെറ്റീരിയലിന്റെ പ്രോബ്ലം വന്നിട്ടില്ലേ, അതെങ്ങനെയാ വന്നേന്ന് നിനക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ സിങ് ആണെങ്കിൽ എന്ത് സാങ്ങിനെ കൊണ്ടാണ് അത് വന്നേന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ഹാൻ ആണെങ്കിൽ ഹാ എന്ന് പറയേ നമ്മളെ പെണ്ണിന് ദേഷ്യം പിടിക്കും. നമ്മളെ ഹാൻ ആണെങ്കിൽ പറയൂ, ഈ ഒരു കാര്യത്തിൽ ദേഷ്യം പിടിച്ചിട്ട് ഒരു കാര്യമില്ല, മനുഷ്യന്മാരെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവരോട് പെരുമാറും, അത്രേ നിനക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെക്കൻ അവിടുന്ന് പോകുന്നുണ്ടാവേ. നമ്മളെ പെണ്ണും ഇതിനെ കൊണ്ട് ഒരുപാട് തിങ്കാക്കുന്നുണ്ടാവും. അങ്ങനെ പിറ്റേ ദിവസമായിട്ടേക്ക് ഇവർ പറഞ്ഞ ആ ഒരു ഇവന്റ് നടത്തുന്ന ദിവസം നമ്മളെ പെണ്ണ് അങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ തന്നെ സാങ് ഉണ്ടാവേ. സാങ് ആണെങ്കിൽ ഒരു കുറ്റബോധം ഇല്ലാണ്ട് സിങ്ങിനോട് സംസാരിക്കുമ്പോൾ സിങ്ങും അതുപോലെ തന്നെ ഒരു കുറ്റബോധം ഇല്ലാണ്ട് സാങ്ങിനോട് സംസാരിക്കുന്നുണ്ടാവേ. സിങ്ങിന് കുറ്റബോധം വേണ്ട, മീൻസ് ഒരു മടിയും ഇല്ലാണ്ട് സാങ്ങിനോട് സംസാരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു മീറ്റിംഗ് ആണെങ്കിൽ തുടങ്ങുന്നുണ്ടാവേ. ഈ ഒരു മീറ്റിംഗിലത്തെ ഗസ്റ്റ് തന്നെ നമ്മളെ ഹാൻ ആയിരിക്കെ. അവനാണെങ്കിൽ സ്റ്റേജിൽ വന്നിട്ട് ഈ ഒരു മെഡിക്കലിനെ കൊണ്ടും AI കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. അതിനുശേഷം ഈ ഒരു ഓഡിയൻസിന് ഇവനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ടൈം ആയിരിക്കെ. ആരാണോ കൈ പൊന്തിക്കുന്നത് അവരിൽ ആരെങ്കിലും ഒരാളെ നമ്മളെ ഹാന് സെലക്ട് ചെയ്യും. നമ്മളെ പെണ്ണാണെങ്കിൽ ആദ്യം തന്നെ കൈ പൊന്തിച്ചിട്ട് അവളെ വിളിക്കുമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവനാണെങ്കിൽ അവളെ വിളിക്കുന്നേ ഉണ്ടാവില്ല. ഓരോരുത്തർ കഴിയുമ്പോൾ അവളെ വിളിക്കുന്നേ ഉണ്ടാവില്ല. അങ്ങനെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഉറപ്പായിട്ട് വിളിക്കൂല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇവളാണെങ്കിൽ കൈ പൊന്തിക്കുന്നുണ്ടാവില്ല. പക്ഷെങ്കിൽ അവനാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവളെ വിളിക്കുന്നുണ്ടാവും. പെട്ടെന്ന് അവളെ വിളിച്ചത് കൊണ്ട് അവളൊന്ന് ഷോക്ക് ആകുന്നുണ്ടെങ്കിലും അവളെ ചോദ്യമാണെങ്കിൽ അവൾ ചോദിക്കുന്നുണ്ടാവേ. നമ്മളെ ചെക്കനും അതിന് കറക്റ്റ് ആയിട്ടൊരു ആൻസർ കൊടുക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ ഇരിക്കാൻ നിൽക്കുന്ന ടൈമായിരിക്കും ഹാൻ ആണെങ്കിൽ നമ്മൾ സിങ്ങിനെ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. സിങ്ങിനെയും സിങ്ങിന്റെ കമ്പനീനെയും അവളെ വർക്കിന്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടാവേ. ഇതൊക്കെ കേൾക്കുന്നത് നമ്മൾ സിങ് ആണെങ്കിൽ പറയൂ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ഒരുപാട് എക്സ്പെക്ടേഷൻസ് സംടൈംസ് അത് എനിക്ക് ബീറ്റ് ചെയ്യാൻ പറ്റൂന്ന് പറഞ്ഞിട്ടായിരിക്കും അവൾ അവിടെ ഇരിക്കുന്നുണ്ടാവുക. നമ്മളെ ചെക്കനും സിങ്ങിന്റെ കാര്യത്തിൽ ഒരുപാട് പ്രൗഡ് ആയിരിക്കെ. പക്ഷെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടും ഇഷ്ടപ്പെടാത്ത ഒരാൾ അവിടെയുണ്ട്. ആരാ അത് നിങ്ങൾ കമന്റ് ചെയ്യണം. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകുന്നത് യുവാന്റെ അടുത്താണെങ്കിൽ ചാങ് വന്നിട്ട് സംസാരിക്കുന്നുണ്ടാവേ. ഇവർ രണ്ടാളും ഓപ്പോസിറ്റ് കമ്പനിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ചാങ് ആണെങ്കിൽ പറയൂ, എനിക്ക് നിന്നോടൊന്ന് വിശദീകരിച്ചിട്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ യുവാൻ ആണെങ്കിൽ പറയൂ, എന്താണെങ്കിലും നമ്മൾ ഓപ്പോസിറ്റ് കമ്പനീസ് ആണ്, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയൂ. അതേ ടൈം നമ്മൾ ചാങ് ആണെങ്കിൽ പറയും, ഓക്കെ കമ്പനി പരമായിട്ട് നിനക്ക് താല്പര്യമില്ലെങ്കിലും ഫാമിലി പരമായിട്ട് നിനക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടാകുമല്ലോ എന്ന് പറയും. അതായത് നമ്മളെ ഹാനിനെതിരെ ഈ ഒരു ചാങ്ങിന്റെ കൂടെ നിൽക്കാനായിരിക്കും യുവാനെ ആണെങ്കിൽ ഈ ഒരു ചാങ് വിളിക്കുന്നുണ്ടാവുക. നമ്മൾ യുവാൻ അത് മനസ്സിലായിട്ട് എന്നാണെന്ന് അറിയില്ല. ഇവനാണെങ്കിൽ നമുക്ക് വേറൊരു ദിവസം സംസാരിക്കാമെന്ന് പറയുമ്പോൾ ഇതുപോലെ ചിരിക്കുന്നുണ്ടാവേ. ഇവരെ സംസാരവും കാര്യങ്ങളൊക്കെ നമ്മളെ അസിസ്റ്റന്റ് ടാങ് നോക്കുന്നുണ്ടാവും. ടാങ് ഉറപ്പായിട്ട് ഹാൻഡ് എടുത്ത് പോയിട്ട് പറയും, അവരങ്ങനെയാണല്ലോ. ഇങ്ങനെ രാത്രി ആകുന്നേരം നമ്മളെ പെണ്ണിനാണെങ്കിൽ ഇന്നത്തെ പരിപാടിക്ക് നമ്മളെ ഹാൻഡിനോട് ടാങ്ക് പറയണമായിരിക്കും. പക്ഷേ പറയുന്നേരം കുറച്ച് ഒഫീഷ്യലി ആയി പോവുക. എങ്ങനെയാ പറയാ അതൊക്കെ തിങ്കാക്കിക്കൊണ്ട് നിൽക്കുന്നതായിരിക്കും ഹാൻ ആണെങ്കിൽ വിളിക്കുന്നുണ്ടാവുക. എങ്ങനെയുണ്ടെന്ന് പരിപാടി ചോദിക്കണ്ടിട്ട് അവളാണെങ്കിൽ പറയും, അടിപൊളി പരിപാടിയാണ്, ഇതുപോലത്തെ ഒരു പരിപാടിക്ക് നീ എനിക്കൊരു ഇൻവിറ്റേഷൻ ലെറ്റർ തന്നത് തന്നെ എൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സന്തോഷങ്ങളൊക്കെ പറയുന്നുണ്ടാവും. ഇതേ ടൈമായിരിക്കും നമ്മളെ അസിസ്റ്റന്റ് ടാങ് ആണെങ്കിൽ ആ ഒരു പെങ്ങ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹാനിനെ കാണിച്ചു കൊടുക്കുക. ഹാൻ ആണെങ്കിൽ സഡൻലി കോള് കട്ട് ചെയ്യുന്നുണ്ടാവേ. നമ്മളെ പെണ്ണാണെങ്കിൽ വിചാരിക്കും ഇവനെന്നാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഒരു മര്യാദ ഇല്ലാണ്ട് കട്ടാക്കുന്നതെന്ന്. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ ഓപ്പോസിറ്റ് എന്നാ നടക്കുന്നതെന്ന്. അങ്ങനെ നമ്മൾ കാണുന്നത് ഒരു എക്സിബിഷൻ ആയിരിക്കെ. ആ ഒരു എക്സിബിഷനിൽ നമ്മളെ പിള്ളേരും ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ടാവും. നമ്മളെ പിള്ളേരും മാത്രമായിരിക്കില്ല, ആ ഒരു ബെയ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഇല്ലേ അവരുണ്ടാവുമായിരിക്കും. ഇവർക്ക് അറിയുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഉണ്ടാവുമായിരിക്കും. അത് മാത്രമല്ല ഹാൻഡ് ഹൈ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി ഉണ്ട്. ആ ഒരു ടെക്നോളജി നമ്മളെ പെണ്ണ് വരുന്നതിനേയും കാട്ടി കുറച്ച് മുന്നേ വന്നതാണ്. പക്ഷേ അവരാണെങ്കിൽ പെട്ടെന്ന് വളർന്ന് പന്തലിച്ചിട്ടുണ്ടാവും. അവരും അവിടെ തന്നെ ഉണ്ടാവേ. അങ്ങനെ നമ്മൾ സിങ് ആണെങ്കിൽ അവളെ ടീമിലത്തെ പിള്ളേരോടാണെങ്കിൽ ഈ ഒരു ലീഫ്ലെറ്റ് ഉണ്ടാവില്ലേ, അതാണെങ്കിൽ എല്ലാവർക്കും കൊടുത്തിട്ട് എല്ലാവരോടും അവരുടെ സ്റ്റാള് കാണാൻ വരാൻ പറയുന്നുണ്ടാവേ. ചിലവർക്ക് നമ്മളെ പെണ്ണും കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ചിലവര് വാങ്ങും, ചിലവര് വാങ്ങുന്നുണ്ടാവില്ല. ഇതേ ടൈമായിരിക്കും ഈ ഒരു സാധനമാണെങ്കിൽ ആ ഒരു ലിന്നും ചെന്നും കാണുന്നുണ്ടാവുക. അവരാണെങ്കിൽ നമ്മളെ പെണ്ണിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇറിറ്റേറ്റ് ആക്കൂലേ. എന്തല്ലോ പറഞ്ഞിട്ട് ഇറിറ്റേറ്റ് ആക്കുന്നവരെ പെണ്ണാണെങ്കിൽ പെട്ടെന്ന് ഒരാളടുത്തേക്ക് പോകുന്നുണ്ടാവേ. നോക്കുമ്പോൾ ആരായിരിക്കും ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും. അയാൾക്കാണെങ്കിൽ നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ മോഡലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന ടൈം അവരാണെങ്കിൽ ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ട് ഇവരെ സ്റ്റാള് കാണിച്ചു കൊടുക്കാൻ പറയും. നമ്മളെ പെണ്ണാണെങ്കിൽ അയാളെയും കൂട്ടിയിട്ട് സ്റ്റാളിലേക്ക് പോകുന്നത് ഭയങ്കര ധൈര്യവും സങ്കടപരമായിട്ട് നമ്മളെ ചെന്നും ലിന്നും നോക്കി നിൽക്കുന്നുണ്ടാവും. അവരാണെങ്കിൽ നമ്മളെ സിങ് ഇത്രത്തോളം വളരുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല. അങ്ങനെ സിങ് ആണെങ്കിൽ ഇപ്പം വന്ന ആ ഒരു ഇൻവെസ്റ്റർക്കാണെങ്കിൽ അവളെ സ്റ്റാള് കാണിച്ചു കൊടുക്കുന്ന ടൈം അയാളാണെങ്കിൽ ഇംപ്രസ്ഡ് ആവുന്നുണ്ടാവേ. എന്നിട്ട് അയാളാണെങ്കിൽ പറയും ഈ ഒരു എക്സിബിഷൻ ഒക്കെ കഴിയുന്ന ടൈം നമുക്ക് രണ്ടാളെ സ്ഥാപനങ്ങളും ഒന്ന് വന്നിട്ട് കാണാമെന്ന് പറയും. നമ്മളെ പെണ്ണും അതിന് ഓക്കെ പറയുന്നുണ്ടാവേ. നമ്മളെ സൂ ആണെങ്കിൽ സിങ്ങിന് ഒരുപാട്
ഒരുപാട് എൻകറേജ് ചെയ്യുന്നുണ്ടാവും. കാരണം നമ്മൾ സിങ്ങിന്റെ ഒരു കഴിവ് കൊണ്ട് തന്നെയാണ് ഈ ഒരു കമ്പനി ഇത്ര കാലം വണ്ണം വെക്കാനുള്ള കാരണം. അങ്ങനെ അവളാണെങ്കിൽ ആ ഒരു ഹാൻഡ് ഹൈ എന്ന് പറഞ്ഞ ആ ഒരു ടെക്നോളജിയിലെ അവര് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൈമായിരിക്കും നമ്മളെ പെണ്ണിനെ പോലെ ആ ഒരു കമ്പനിയിലത്തെ ബോസ് ആണെങ്കിൽ അവളോട് സംസാരിക്കാൻ വരുന്നുണ്ടാവുക. അയാൾക്കാണെങ്കിൽ ഇവളെ അറിയുമ്പോൾ തന്നെ നമ്മളെ സിങ്ങിനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകും. എന്നിട്ട് അവളാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ കമ്പനി പെട്ടെന്ന് വണ്ണം വെച്ചത്, എത്ര ടൈം എടുത്തിന്, ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്നുണ്ടോ. അങ്ങനെ അവളാണെങ്കിൽ ആ ഒരു കമ്പനിയിലത്തെ ഓരോ പ്രൊഡക്റ്റും കാര്യങ്ങളും നോക്കി നടക്കുന്ന അതേ ടൈമായിരിക്കും നമ്മളെ ഹാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അവളാണെങ്കിൽ നീ എന്താ ഇവിടാന്ന് ചോദിക്കുന്നത്. നമ്മളെ പെണ്ണാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഹാൻഡ് ഹൈ എന്ന് പറഞ്ഞ കമ്പനിയിലത്തെ സാധനങ്ങളൊക്കെ നോക്കാൻ വന്നതാണെന്ന് പറയാം. ഹാനും അതൊക്കെ നീ നോക്കി പഠിക്കുന്നൊക്കെ പറയുന്നത് അതേ ടൈമായിരിക്കും ഹാനാണെങ്കിൽ പിന്നെയും ആ ഒരു പെങ്ങിന്റെ കയ്യിൽ നിന്ന് കോള് വരുന്നുണ്ടാവുക. ആ ഒരു കോള് വന്ന വഴി ഹാൻ അവിടുന്ന് പോകുന്നുണ്ടാവും. ഹാനിന്റെ പിന്നാലെ തന്നെ നമ്മളെ അസിസ്റ്റന്റ് ടാങ് പോകാൻ നിൽക്കുന്നത് നമ്മളെ പെണ്ണാണെങ്കിൽ അയാളോടാണെങ്കിൽ ചോദിക്കും ഇന്ന് രാത്രി ഹാൻ ഇങ്ങനെ ഫ്രീ ആണോ എന്ന് ചോദിക്കുക. ടാങ് എന്നാ പ്രശ്നം എന്ന് ചോദിക്കുന്നത് നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എനിക്ക് അവനോട് എൻ്റെ ടാങ്ക് പറയേണ്ടിയിട്ട് എനിക്ക് അവനൊന്ന് കാണണേനു പറയോ. അതേ ടൈം ടാങ് ആണെങ്കിൽ പറയും 8 മണി വരെ അവനൊരു മീറ്റിംഗ് ഉണ്ട്, അതിനുശേഷം അവൻ ഫ്രീ ആണെന്ന് പറയുമ്പോൾ നമ്മളെ പെണ്ണും അതിന് ഓക്കെ പറയും. ഇതേ ടൈം നമ്മളെ ലീനോട് സംസാരിച്ച ഒരു ക്ലയന്റ് ആണെങ്കിൽ അവൾ ഇന്ന് ഡിന്നറിന് വിളിക്കുന്നുണ്ടാവേ അവരുടെ ഫ്യൂച്ചർ കോപ്പറേഷന് വേണ്ടിയിട്ട്. നമ്മളെ പെണ്ണും ഓക്കെ പറയുന്നുണ്ടാവും. കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിന്നർ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ സൂം കേട്ടിട്ടുണ്ടാവേ. സൂ ആണെങ്കിൽ ഞാനും നിന്റെ കൂടെ ഡിന്നറിന് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ ക്ലയന്റിനെ കാണാൻ പോകുന്നതല്ലേ, പിന്നെ നീ എന്തിനാ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഞാൻ നിന്റെ പ്രൊട്ടക്ഷനും നിന്റെ അസിസ്റ്റന്റ് ആയിട്ട്, അത് മാത്രമല്ല നിങ്ങൾ രണ്ടാളും ബിസിനസ് സംസാരിക്കുമ്പോൾ അതെനിക്ക് പഠിക്കുകയും കൂടി ചെയ്യാലോ എന്നൊന്ന് പറയോ. ഇതും കൂടി കേട്ടിട്ടായിരിക്കും നമ്മളെ സിങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. സിങ് ആണെങ്കിൽ പറയോ ആരെ കൂടെ പോന്നാണെങ്കിലും രണ്ടാളും പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരിക്കും അവളാണെങ്കിൽ പിള്ളേരെ രണ്ടാളെയും അവിടുന്ന് വിടുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ കാണുന്നത് സിങ് ആണെങ്കിൽ ഹാനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നതായിരിക്കും. 8:30 കഴിഞ്ഞിട്ടുണ്ടാവും. അവളാണെങ്കിൽ സമയം പോക്കേണ്ടിട്ട് ഓരോ സീരീസ് ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. ഇതേ ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ അവൻ്റെ മീറ്റിങ്ങിലായിരിക്കും ഉണ്ടാവും. മീറ്റിംഗ് കഴിയുന്ന ടൈമായിരിക്കും ടാങ് ആണെങ്കിൽ ഇങ്ങനെ സിങ് നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുന്നുള്ള കാര്യം നമ്മളെ ഹാനോട് പറയുന്നുണ്ടാവുക. ഹാൻ ആണെങ്കിൽ പറയും എടാ മണ്ട ഇത് ആദ്യം നീ പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ടാങ് ആണെങ്കിൽ പറയും നീയല്ലേ പറഞ്ഞത് നിന്റെ മീറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന്, അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാണ്ട് നിന്നെന്ന് പറയേ. നമ്മളെ ഹാൻ ആണെങ്കിൽ ഹറി ബറി ആയിട്ട് പോകാൻ നിൽക്കുന്നവരോ സിങ് ആണെങ്കിൽ എവിടെ എത്തി ചോദിച്ചിട്ട് വിളിക്കും. അവനാണെങ്കിൽ ഞാൻ 10 മിനിറ്റോടെ അവിടെ നിൽക്കാം, അവിടെ വരെ നീ വെയിറ്റ് ചെയ്യുന്നു പറയേ. നമ്മളെ പെണ്ണും കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ടും അവനെ കാണാൻ നിൽക്കുന്നേരം അവരാണെങ്കിൽ പരസ്പരം വിളിക്കുവേ. നോക്കുന്ന ടൈം എന്നായിരിക്കും ഇവള് പറഞ്ഞ ആ ഒരു റെസ്റ്റോറൻറ്റിലെ അതിന് 2 ബ്രാഞ്ച് ഉണ്ടായിരിക്കും. 2 ബ്രാഞ്ച് ആയിരിക്കുമല്ലേ, പേര് ഏകദേശം സെയിം ആയതുകൊണ്ട് തന്നെ ആൾക്കാരാണെങ്കിൽ അവിടെ പോകേണ്ടത് ഇവിടെയും ഇവിടെ പോകേണ്ടത് അവിടെ ആയി പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പം നമ്മളെ പെണ്ണിനും സംഭവിച്ചിട്ടുണ്ടാവുക. സിങ് ആണെങ്കിൽ ഒരു സ്ഥലത്തായിരിക്കും ഉണ്ടാവുക, ഹാൻ ആണെങ്കിൽ ഒരു സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അവർ പരസ്പരം വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ബിസി ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അവസാനം നമ്മളെ പെണ്ണിന്റെ ചാർജ് തീരുന്നുണ്ടാവും. അവൾക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ അവിടുത്തെ ഷോപ്പിലെ പെണ്ണിനോടാണെങ്കിൽ പവർ ബാങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവൾ ചാർജിന് ഇടുന്നുണ്ടാവുക. ഇതേ ടൈമായിരിക്കും ഒരു ചെക്കനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. സംഭവം അവർ വേറൊരു കപ്പിളായിരിക്കും. ആ ചെക്കനാണെങ്കിൽ പറയും നീ പറഞ്ഞ ലൊക്കേഷൻ മാറിപ്പോയിട്ട് ഞാൻ അപ്പുറത്താ പോയെന്ന് പറയേ. ഈ സംഭവം കേൾക്കുന്നവരായിരിക്കും നമ്മളെ പെണ്ണിനാണെങ്കിൽ ഇതിന് വേറൊരു ബ്രാഞ്ച് ഉണ്ട്, അവിടെ ആയിരിക്കും നമ്മളെ ഹാന് വന്നിട്ടുണ്ടാവുക എന്നത് തിങ്ക് ആക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഹാനും ഇതേ സംഭവം മനസ്സിലായിട്ട് അവനാണെങ്കിൽ ഇപ്പുറത്തെ സൈഡാണ് നമ്മളെ പെണ്ണുള്ളതെന്ന് വിചാരിച്ചിട്ട് രണ്ടാളും പരസ്പരം കാണാൻ ഭയങ്കര ധൃതിയിൽ ഓടി വരുന്നുണ്ടാവേ. എന്നാ ലവ് ആറ്റം പോവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്ന പോലെ കമന്റ് ചെയ്യണേ. അങ്ങനെ രണ്ടാളും ഓടിപ്പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഹാൻ ആണെങ്കിൽ സിങ്ങിനെ കണ്ടുപിടിക്കും. രണ്ടാളും പരസ്പരം കാണുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം കാണുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവുക. ഇതേ ടൈം നമ്മളെ പെണ്ണിന്റെ കൂടെ പോയിട്ട് സൂ ആണെങ്കിൽ നല്ലോണം കുടിച്ചിട്ട് വൊമിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. നമ്മളെ ലീ ആണെങ്കിൽ നിനക്ക് വേറെ ഒരു പണിയിൽ എന്തിനാ ഇങ്ങനെ അടിച്ച് കയറ്റിയെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ പറയും നിന്റെ മുന്നിൽ കുറച്ച് ഇംപ്രസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്, അത് മാത്രമല്ല എനിക്ക് എപ്പോൾ നിന്റെ കൂടെ തന്നെ വേണേനൊന്നു പറയേ. ഇത് കേൾക്കുമ്പോൾ ലീ ആണെങ്കിൽ പറയും നീ എന്നെ ഒരു കൊളീഗായിട്ട് മാത്രം കണ്ടാൽ മതി, അത് മാത്രമല്ല എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, വേറൊരു മൈൻഡിലും നീ എന്നെ എടുക്കണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സൂനാണെങ്കിൽ സങ്കടാവുന്നുണ്ടാവുക. പക്ഷേ അവനാണെങ്കിൽ എതിർത്തിട്ട് ഒന്നും പറയുന്നുണ്ടാവില്ല. ഇതേ ടൈം അവരെ വിളിച്ച ടാക്സി വന്നത് കൊണ്ട് തന്നെ നമ്മളെ ലീ ആണെങ്കിൽ അവനോട് ആ ഒരു കാറിൽ കയറി പോയിക്കൊന്നു പറയും. നമ്മൾ സൂ ആണെങ്കിൽ നീ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അവളാണെങ്കിൽ കണ്ണടേനെ വിളിച്ചിട്ട് ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ പറയും നാളെ നമുക്ക് കണ്ടാൽ പോരെ, നാളെയാണെങ്കിൽ ഞാൻ നിനക്ക് ഒരുപാട് കുക്കൊക്കെ ചെയ്ത് തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ ഒഴിവാക്കുന്ന രീതിയിൽ സംസാരിക്കേ. നമ്മളെ ലീക്ക് അത് മനസ്സിലായിട്ട് അവൾക്ക് സങ്കടമാവുന്നുണ്ടാവും. പക്ഷെ അവൾ ഒന്നും അവനോട് തിരിച്ച് പറയൂല. ഇതേ ടൈം കുയിലി ആണെങ്കിൽ നമ്മളെ ചെക്കന് പഠിക്കാനുള്ള എന്തെല്ലോ മെറ്റീരിയൽ
സീരിയൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവനെ കാണാൻ വരുന്നുണ്ടാവും. ഈക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ വീട്ടിലേക്ക് വരുന്ന ഒരാൾ എങ്ങനെയാ പറഞ്ഞു വിടുക? അത് മാത്രമല്ല ഇവനാണെങ്കിൽ ഒരേ പഠിപ്പായതുകൊണ്ട് വീടൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ലേ. അവളാണെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ പറയും വേണ്ട വേണ്ട അതൊന്നും വേണ്ടെന്ന് പറയും. അതേ ടീം അവളാണെങ്കിൽ പറയും നമ്മൾ രണ്ടാളും കപ്പിളായിരിക്കൂല, പക്ഷേ ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു വീട് മൊത്തം ക്ലീൻ ചെയ്തിട്ട് അവൻ ഇതാ നിസ്സഹായമായിട്ട് നോക്കുന്നുണ്ടാവേ. നമ്മളെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആരെ ഭാഗത്ത് നിൽക്കേണ്ടതെന്ന് തിരിയുന്നില്ലല്ലോ, നിങ്ങൾക്കും തിരിയുന്നില്ലല്ലോ, അപ്പം നിൽക്കേണ്ട ആരോ ഭാഗത്ത്. നമ്മളെ സിങ് അവളെ വീട്ടിലേക്ക് വരുന്നവരായിരിക്കും. നമ്മളെ ടു ആണെങ്കിൽ എങ്ങോട്ടേക്കോ പോകുന്ന കാണുന്നുണ്ടാവുക. സംഭവം എന്നായിരിക്കും നമ്മളെ ടൂനാണെങ്കിൽ ലിൻജന്റെ ആ ഒരു ബാറിന്റെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മളെ ലിൻജന്റെ ബാർ ഇന്നായിരിക്കും തുറക്കാൻ പോകുന്നുണ്ടാവുക. നമ്മളെ സിങ്ങിനും ആ ഒരു ഇൻവിറ്റേഷൻ ലിൻജ അയച്ചിട്ടുണ്ടാവും. പക്ഷേ സിങ് ആണെങ്കിൽ തിരക്കിൽ അത് കണ്ടിട്ടുണ്ടാവില്ല. ടു ആണെങ്കിൽ അവളെ കൂടെ വരാൻ സിങ്ങിനോട് പറയുന്നേരം സിങ് ആണെങ്കിൽ പറയും എനിക്ക് അർജന്റായിട്ട് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്, അത് ചെയ്ത് തീർത്തവാട് ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാം, എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയേ. അങ്ങനെ നമ്മളെ ടൂവും ഹാനും ഒക്കെ ആ ഒരു ബാറിലുണ്ടാവുമായിരിക്കും. ഹാൻ ആണെങ്കിൽ മെയിൻ ആയിട്ട് വന്നത് നമ്മളെ സിങ്ങിനെ കാണേണ്ടിട്ടായിരിക്കും. അവൻ അറിയില്ലല്ലോ സിങ് പിന്നെ വരുമെന്ന്. ലിൻജ ആണെങ്കിൽ ഹാൻ എന്തെല്ലോ കുടിക്കാൻ കൊടുക്കുന്ന ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും ഞാൻ പോകുന്നാന്ന്, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട് എന്ന് പറയേ. ലിൻജ ആണെങ്കിൽ എടാ പോകല്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ അവനാണെങ്കിൽ പറയും നിന്റെ ബാർ അടിപൊളിയാണ്, ഇതുപോലെ തന്നെ സൂക്ഷിച്ചിട്ട് മുന്നോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അഡ്വൈസ് ഒക്കെ കൊടുത്തിട്ട് അവിടുന്ന് പോകാൻ നിൽക്കുന്നവരായിരിക്കും. ടു ആണെങ്കിൽ ലിൻജനോട് സിങ് ഇപ്പൊ എത്തുന്നു പറയുന്ന കാര്യം നമ്മളെ ഹാൻ കേൾക്കുന്നുണ്ടാവുക. അത് കേട്ട സ്പോട്ടിൽ എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവേ. ലിൻജയാണെങ്കിൽ നിനക്കെന്തോ വർക്കില്ല, നീ എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ പറയും നീ എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഡ്രിങ്ക്സ് തന്നിട്ട് അത് കുടിക്കാണ്ട് പോകുന്ന മോശമല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നെന്ന് പറയൂ. നല്ല രസമുണ്ട് ഹാൻ്റെ കളി കാണാൻ. സിങ് ആണെങ്കിൽ വന്ന വടി ലിൻജ ആണെങ്കിൽ നമ്മളെ ഹാൻ എവിടെയാണെന്നുള്ളത് അവിടെ പോയിട്ട് ഇരുന്നൊന്നു പറയേ. രണ്ടാളും കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയാം. നമ്മൾ ഫസ്റ്റ് ആയിട്ട് അറിയാത്ത ഒരാൾ പെണ്ണ് കാണാൻ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നാണം അങ്ങനത്തെ ഒരു സംഭവമില്ലേ, രണ്ടാളെ മുഖത്തും അതായിരിക്കും. നല്ല രസമുണ്ട്, ശരിക്കും ഭയങ്കര ക്യൂട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. അങ്ങനെ അവരാണെങ്കിൽ എന്തെല്ലോ തലയും വാലും ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എപ്പോൾ നമ്മൾ ബിസിനസ് അല്ലേ ചർച്ച ചെയ്യല്, ഇന്ന് നമുക്കൊരു ഗെയിം കളിക്കാമെന്ന് പറയും. എന്നാന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിലാണെങ്കിൽ ഇഷ്ടമുള്ള എല്ലാ പാനീയങ്ങളും കൂടിയിട്ട് മിക്സ് ആക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ നമ്മളെ കാർഡില്ലേ കാർഡ് വെക്കുക. എന്നിട്ട് ഊതിയിട്ട് ലാസ്റ്റ് ഒരു കാർഡ് ആർക്കാണോ കിട്ടുന്നത് അയാളായിരിക്കും ആ ഒരു ഡ്രിങ്ക്സ് മൊത്തം കുടിക്കേണ്ടി വരിക. രണ്ടാളും കൂടിയിട്ട് എന്തെല്ലോ ഒഴിക്കുന്നുണ്ടാവേ. സ്ട്രോബെറി ഉണ്ടാവുമായിരിക്കും, വൈൻ ഉണ്ടാവുമായിരിക്കും, അങ്ങനെ സോയാ സോസ് ഉണ്ടാവുമായിരിക്കും, കോഫി പൗഡർ ഉണ്ടാവുമായിരിക്കും, അങ്ങനെ എന്തെല്ലോ ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ കാർഡ് വെക്കുക. അങ്ങനെ ഓരോരുത്തർ ചെയ്തിട്ട് അവസാനം 2 കാർഡ് മാത്രമാകും. നമ്മളെ പെണ്ണ് ഊതുന്നേരം 2ഉം പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ പെണ്ണ് കുടിക്കണം, ഒറ്റൊന്ന് മാത്രമേ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹാന് കുടിക്കണേ. അവളാണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഊതിയിട്ട് ഒന്ന് മാത്രം ബാക്കിയാകും. നോക്കുമ്പോൾ ആരായിരിക്കും നമ്മളെ ഹാൻ ആണെങ്കിൽ അത് മൊത്തം കുടിക്കേണ്ടി വരെ. കുടിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ മുഖത്ത് ഇതുപോലെയൊക്കെ കാണുന്നത് നമ്മളെ പെണ്ണും ഭയങ്കര ഹാപ്പി ആകും. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ ലീനയും കണ്ണടേനെയും ആയിരിക്കും. അവർ രണ്ടാളും ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നേരം നമ്മളെ ലീ ആണെങ്കിൽ പറയൂ എനിക്കറിയില്ല ഇത്ര ദിവസം നീ എൻ്റെ കൂടെ എങ്ങനെയായിരുന്നു എന്ന്. ഇന്ന് തൊട്ടിട്ട് എനിക്ക് ഇന്നല്ല കുറച്ച് ദിവസമായിട്ട് എനിക്ക് നിൻ്റെയോട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം ഇനി നല്ലോണം അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ കണ്ണടേൻ്റെ മുഖം ഒന്ന് വാടുന്നുണ്ടാവേ. അവളാണെങ്കിൽ പറയും നിന്നെ കൊണ്ട് എന്തെങ്കിലും ഓപ്പൺ അപ്പ് ആക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം ഇവിടുന്ന് വെച്ചിട്ട് ബ്രേക്ക് ആകാം. എന്തിനാ ഒരു സീരിയസിലേക്ക് പോകുന്നത്? സീരിയസിലേക്ക് പോയതിനു ശേഷം അതെനിക്ക് ഭയങ്കര ഹേർട്ടാകും, അത് താങ്ങാനുള്ള ശേഷി എന്തായാലും എനിക്കില്ല എന്ന് പറയൂ. അതേ ടൈം നമ്മളെ കണ്ണടയാണെങ്കിൽ പറയും ഇത്ര കാലം ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി ഞാൻ നിന്നോട് ചോദിക്കുന്നത് നിനക്ക് ഒഫീഷ്യലി എൻ്റെ ഗേൾ ഫ്രണ്ട് ആക്കാൻ തയ്യാറാണോ? ഞാൻ എപ്പോൾ നിന്നെ പൊന്നു പോലെ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് പ്രോമിസും കൊടുക്കുന്നുണ്ടാവേ. അവളും ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആവും. അവളെ വിചാരം ഇവൻ എന്തെല്ലോ കള്ളത്രങ്ങൾ ഉണ്ട്, ഇവളോട് വലിയ ഇഷ്ടമില്ല എന്നാണ്. നമ്മളെ വിചാരം അങ്ങനെയാണ്, ഇനി ഉണ്ടോന്ന് അറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ രണ്ടാളും ഹാപ്പി ആയിരിക്കും. അങ്ങനെ നമ്മൾ കാണുന്നത് വർക്കിന്റെ ആവശ്യത്തിനായിട്ട് ലീയും സിങ്ങും കൂടിയിട്ട് സിങ് യാങ് എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നതായിരിക്കും. അവിടെയുള്ള വേ എന്ന് പറഞ്ഞ ഡോക്ടറോട് ഇവർക്ക് എന്തെല്ലോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ. പക്ഷേ അയാളാണെങ്കിൽ എന്തോ തിരക്കാന്നെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുക. കുറച്ച് കഴിഞ്ഞിട്ട് ഇവരെ മീറ്റ് ചെയ്യാന്നെന്ന് പറയുന്നുണ്ടാവും. ഇതേ ടൈമായിരിക്കും നമ്മളെ സിങ്ങിനെ അറിയുന്ന ഒരാൾ ബാക്കിൽ നിന്ന് വിളിക്കുന്നുണ്ടാവുക. ആരാന്ന്? നമ്മളെ ചെക്കൻ, നമ്മളെ ഈ ചെക്കൻ. അവൻ ഈ ഒരു വേ എന്ന് പറഞ്ഞ ഡോക്ടറെ അസിസ്റ്റന്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. നമ്മളെ ഈനെ കാണുമ്പോൾ നമ്മളെ സിങ് ഒന്ന് ഫസ്റ്റ് ഷോക്ക് ആകുന്നുണ്ടെങ്കിൽ കൂടി അവളാണെങ്കിൽ വലിയ രീതിയിലുള്ള സങ്കടങ്ങളൊന്നും കാണിക്കുന്നുണ്ടാവില്ല. അവളിങ്ങനെ സക്സസ് ആയിട്ടുള്ള ലൈഫായി ഇപ്പൊ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന എന്നുള്ള രീതിയിലായിരിക്കും നമ്മളെ ഈന്റെ മുന്നിൽ കാണിക്കുന്നുണ്ടാവുക. നമ്മളെ ഈയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലേ. രണ്ടാൾക്കും എങ്ങനെ ഇത്ര അടുത്ത് പ്രണയിച്ചിട്ട് ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ആണെങ്കിൽ പറയും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യും, ഈ ഒരു ഹോസ്പിറ്റൽ
ഹോസ്പിറ്റലിലേക്ക് തന്നെ എന്നെ റെക്കമെൻഡ് ചെയ്തത് ആ ഒരു വേ ആണ്. ഉറപ്പായിട്ട് അയാളോട് നിങ്ങളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് പറയൂ. അങ്ങനെ പിറ്റേ ദിവസമായിരിക്കും ഇവർ ഈ ഒരു പ്രോജക്റ്റിന്റെ ഫസ്റ്റ് ഇംപ്ലിമെന്റേഷൻ. അതും നമ്മളെ സെക്കൻഡ് ആയൊരു ഹോസ്പിറ്റലായിരിക്കെ നമ്മളെ ഹാൻ ആണെങ്കിൽ ആദ്യം എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ലീ ആണെങ്കിൽ സിങ്ങിനോട് പറയുന്നുണ്ടാവും. സിങ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടാവേ. ഹാൻ ആണെങ്കിൽ ഈന്റെ ഓഫീസിലാണെന്നും കൂടി പറയുന്നുണ്ടാവും. രണ്ടും കുശുമ്പ് കയറിയിട്ട് എന്നാ ചെയ്യുമെന്ന് ദൈവത്തിനെ അറിയുള്ളൂ. നമ്മൾ സിങ് ആണെങ്കിൽ അവിടത്തേക്ക് എത്തുന്ന ടൈം നമ്മൾ ഈ ആണെങ്കിൽ ഇത് ഈ ഒരു ചെയറിൽ ഇരുന്നോന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കസാല കൊടുക്കേ. നമ്മളെ കുശുമ്പ് ഹാൻ ഇത് സഹിക്കും. അവനാണെങ്കിൽ കുറച്ച് നീങ്ങി ഇരുന്നിട്ട് ഇവിടെ ഇരുന്നോന്ന് പറയും. നമ്മളെ സിങ്ങിന് ഈനോട് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ അവളാണെങ്കിൽ ഹാനിന്റെ അടുത്ത് ഇരിക്കെ ഹാനാണെങ്കിൽ സൊള്ളായില്ലേ. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമ്മളെ ഈ ആണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ടാവും. ഈ പോയ പാട് ഹാൻ ആണെങ്കിൽ ചോദിക്കും ഇവൻ ഇവിടെ ഉണ്ടായ കാര്യം നിനക്ക് അറിയണോന്ന്. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഇവൻ ഇങ്ങനെ വെയിന്റെ പ്രൊഫസർ വെയിന്റെ അസിസ്റ്റന്റ് ആണ്, ഇവനിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ ഹാൻ ആണെങ്കിൽ ചോദിക്കും ഓ അത്രക്ക് കോൺഫിഡന്റ് ആണോ എന്ന് ചോദിക്കുക. നമ്മളെ പെണ്ണ് കോൺഫിഡന്റ് ആണ്, പക്ഷേ ഞാൻ കുറച്ച് വെറീഡ് ആണെന്ന് പറയും. അങ്ങനെ ഇവരെ മെഷീൻ വെച്ചിട്ടുള്ള ഓപ്പറേഷൻ എന്തോ സംതിങ് ആണ് നടക്കാൻ പോകുന്നത്. ആ ഒരു കാര്യം കഴിഞ്ഞിട്ട് ഡോക്ടർ പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും ഭയങ്കര ആകാംക്ഷയിൽ നോക്കി നിൽക്കുന്നുണ്ടാവും. അതേ ടൈം ഡോക്ടർ ആണെങ്കിൽ പറയും ഈ ഒരു ഓപ്പറേഷൻ സക്സസ് ചെയ്യണമെന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷമാകും. അതിനെയും കാട്ടി കൂടുതൽ ഒരു കുഞ്ഞു മോനായിരിക്കും ഇത് ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് ആ ഒരു കുട്ടീൻ്റെ പാരൻസും ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളെ സിങ്ങിനോടും ടീമിനോടും താങ്ക് യു പറയുന്നുണ്ടാവേ. സിങ് ആണെങ്കിൽ എല്ലാം കൊണ്ടും ഒരുപാട് ഹാപ്പി ആയിരിക്കും. കാരണം എത്ര കാലത്തെ കഷ്ടപ്പാടാണ് ഇപ്പൊ ഒന്ന് സക്സസ് ആയിട്ട് വന്നത്. അവൾ ഒരുപാട് ഹാപ്പി ആയിരിക്കും. നമ്മളെ ഹാനും അവളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഇവർ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഈ ആണെങ്കിൽ പിള്ളേർ എല്ലാവരും അവൻ്റെ റൂമിലേക്ക് വിളിക്കുന്നുണ്ടാവേ. അങ്ങനെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഈ ആണെങ്കിൽ പറയും നിങ്ങളുമായിട്ട് മുന്നോട്ടുള്ള കോപ്പറേഷന് വേക്ക് താല്പര്യം ഉണ്ട് എന്ന് പറയും. ഇത് ഇവരുടെ ഒരു സക്സസ് എന്ന് തന്നെ പറയേ. നമ്മളെ പെണ്ണാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതേ ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്, എന്നും ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്, അതുകൊണ്ട് അത്രക്ക് അങ്ങനെ ആഹ്ലാദിക്കണ്ടെന്ന് പറയേ. ഞാൻ പറയല്ലേ നമ്മളെ നാവുകഴയിൽ നമ്മളിപ്പോൾ വല്ലാണ്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത്രക്ക് അങ്ങനെ ആഹ്ലാദിക്കണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എന്തായാലും ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സക്സസ് ആയില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഞാൻ ഇന്ന് ലഞ്ച് തരാമെന്ന് പറയേ. അതേ ടൈം ടാങ് ആണെങ്കിൽ പറയും ഹാൻ ഇന്ന് കുറച്ച് ബിസിയാണ്, അവന്റെ ഷെഡ്യൂൾസ് ഒന്നും അവന് മാറ്റി വെക്കാൻ പറ്റൂല എന്ന് പറയേ. ഇത് പറയാനെന്നാ കാരണോ എല്ലാവരും എന്ന് പറയുമ്പോൾ ഈ ഒരു ഉണ്ടാവുമല്ലോ. അതേ ടൈം ഹാൻ ആണെങ്കിൽ പറയും ഞാൻ കുറച്ച് ബിസിയാണ്, നീയും കുറച്ച് ബിസിയല്ലേ, നിനക്ക് നിന്റെ വർക്കൊക്കെ ചെയ്യാനുണ്ടാവൂലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈക്ക് മനസ്സിലായി ഹാനാണെങ്കിൽ വരുന്നത് താല്പര്യമില്ല എന്ന്. അവനാണെങ്കിൽ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്, നമുക്ക് വേറൊരു ദിവസം ഇതിന്റെ സെലിബ്രേഷൻ ചെയ്യാം എന്നറിയും ഞാനും കൂടി വരെ, ഇന്ന് നിങ്ങൾ പോയിക്കൊന്നു പറയും. ഇത് പറയുന്ന കേൾക്കലും നമ്മൾ കുശുമൻ ഹാൻ ആണെങ്കിൽ പറയും വാ സിംഗ് നമുക്ക് ഒപ്പം ലഞ്ച് കഴിക്കാലോ എന്ന്. നമ്മളെ സിംഗ് ആണെങ്കിൽ നീ ഇതെന്നാടാ പറയുന്ന രീതിയിൽ അവനെ നോക്കുന്നുണ്ട്. പക്ഷേ അവനാണെങ്കിൽ അവളാണെങ്കിൽ അധികം ഒന്നും പറയുന്നുണ്ടാവില്ല. അങ്ങനെ പുറത്തെത്തുന്നേരം നമ്മൾ സൂം അവരെ കൂടെ ഉണ്ടാവേ. പക്ഷേ ലീ ആണെങ്കിൽ എന്തോ ഒരു കോള് വിളിച്ചിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടാവും. നമ്മൾ സൂ ആണെങ്കിൽ പറയും നിങ്ങൾ രണ്ടാളും മുന്നിൽ പോയിക്കോ, ഞാൻ ഇങ്ങനെ ലീനിങ് കൂട്ടിയിട്ട് വരാമെന്ന് പറയുമ്പോൾ സിംഗ് ഞാൻ നിനക്ക് ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോകും. നമ്മളെ സൂ പാവം ലീ വന്ന പാട് വാ നമുക്ക് പോകാലോ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും എൻ്റെ ബോയ് ഫ്രണ്ട് വരുന്നുണ്ട്, നീ ഒറ്റക്ക് പോയിക്കോന്നു പറയേ. അത് മാത്രമല്ല അവളാണെങ്കിൽ നമ്മളെ കണ്ണടേൻ്റെ കൂടെ കാറിൽ കയറിയിട്ട് അവനൊരു ഉമ്മയും കൊടുക്കുന്നുണ്ടാവും. നമ്മളെ സൂവിൻ്റെ പാവ ഹൃദയം തകർന്ന് തരിപ്പടായിട്ടുണ്ടാവും. വൺ സൈഡ് ലവുള്ള കൂട്ടുകാർ ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വേദന മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അന്ന് ആ ഒരു ചാങ് ആണെങ്കിൽ യുവാനോട് നമുക്ക് രണ്ടാക്കും ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ. ഇന്നാണെങ്കിൽ യുവാൻ ആ ഒരു ചാങ്ങിനെ കാണാൻ പോകുന്നുണ്ട്. അവ ചാങ് വന്ന പാട് പറയൂ ആ ഒരു സിങ്ങിന്റെ ക്ലിനിക്കൽ ടെസ്റ്റ് ആണെങ്കിൽ സക്സസ് ആയിട്ടുള്ളത്, നിനക്ക് അതിൽ സങ്കടമില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ യുവാനാണെങ്കിൽ പറയും എനിക്കെന്തിനാ സങ്കടം, അവളെ ടെക്നോളജി നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കമ്പനിക്കല്ലേ നല്ലതെന്ന് പറയും. ചാങ് ആണെങ്കിൽ പറയും അധികമൊന്നും അഭിനയിക്കണ്ട, നീ ഇപ്പം പറഞ്ഞത് കറക്റ്റാണ്, പക്ഷേങ്കിൽ ആ ഒരു കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റും കാര്യത്തിനൊക്കെ ഇൻട്രസ്റ്റ് എടുത്ത് ഹാൻ അത് ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നിനക്ക് അത്ര നല്ല കാര്യമല്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ യുവാനാണെങ്കിൽ പറയും നിന്റെ പ്രശ്നം എന്നാന്ന്, നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ടാങ് ആണെങ്കിൽ പറയും ഡയറക്റ്റ് ആയിട്ട് പറയാ എനിക്കാണെങ്കിൽ ആ ഒരു ഹാന് ആ ഒരു സിഒ പൊസിഷനിൽ ഇരിക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല, ആ ഒരു സംഭവം എങ്ങനെയെങ്കിലും എനിക്ക് മാറ്റണം, അതിന് നിന്റെ ഹെൽപ്പും കൂടി വേണമെന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ യുവാനാണെങ്കിൽ പറയും നീ ഇതെന്നോട് സംസാരിക്കാനേ പാടില്ലായിരുന്നു, എനിക്ക് ഒരു കാര്യം കേൾക്കുകയേ വേണ്ടെന്ന് പറയും. ടാങ് ആണെങ്കിൽ പറയും അധികം നിനക്ക് നിന്റെ കസിനോട് സ്നേഹം ഉണ്ടെന്നൊന്നും
എന്നോട് പറയേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല നമ്മളെ ഹാൻ ആണെങ്കിൽ CEO ആയിട്ട് നമ്മളെ സിങ്ങിന്റെ കമ്പനി സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഹാനിന് എന്തെല്ലാം കാര്യങ്ങൾ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാങ് ആണെങ്കിൽ നമ്മൾ യുവാനെ പറഞ്ഞു കൊടുത്തിട്ട് അവളെ തലയിലേക്ക് വിഷം എന്ന് പറയുക കുത്തിക്കയറ്റും എന്ന് പറയില്ലേ, അങ്ങനെ കയറ്റുന്നുണ്ടാവേ. അത്ര നേരം നമ്മളെ ചെക്കനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ച് യുവാന്റെ മുഖത്തൂടെ ഒരുപാട് തിങ്കുകൾ പോകുന്നുണ്ടാവും. ഇനി നമ്മളെ യുവാനാണെങ്കിൽ ഹാനിനെ ചതിക്കുക. നിങ്ങളെ അഭിപ്രായം എന്നാ കമന്റ് ചെയ്യണേ. നമ്മളെ ലീ പോയ സങ്കടത്തില് സൂ ആണെങ്കിൽ ഡ്രിങ്ക്സ് അടിച്ച് ചാകുന്നുണ്ടാവേ. അതും ആരെ ബാറിന്ന്, നമ്മള് സ്വന്തം ലിഞ്ചയുടെ ബാറിന്ന്. ലിഞ്ച ആണെങ്കിൽ വന്നിട്ട് പറയും, ഞാൻ കുറേ നേരമായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്ന, എന്നാ ലവ് ഫെയിലർ ആണോ എന്ന് ചോദിക്കേ. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, നിന്റെ പ്രശ്നം എന്നാ, ഞാൻ ഓൾറെഡി ടെൻഷനിലുള്ളത്, ഒന്ന് പോയി തരുമോ എന്ന് ചോദിക്കേ. അതേ ടൈം ലിഞ്ച ആണെങ്കിൽ പറയും, ശരിക്കും ലവ് ഫെയിലിയർ ആണല്ലേ, കുഴപ്പമൊന്നുമില്ല, നിനക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയാമെന്ന് പറയൂ. ഇവൻ ഇത്ര സ്നേഹത്തോടെ ചോദിക്കുമ്പോൾ ഓപ്പൺ അപ്പ് ആകുന്നതല്ലേ നല്ലത് വിചാരിച്ചിട്ട് സൂ ആണെങ്കിൽ അവന്റെ കഥകൾ മൊത്തം പറയുന്നുണ്ടാവും. അതേ ടൈമിൽ ലിഞ്ചി ആണെങ്കിൽ പറയും, പെൺപിള്ളേർക്കില്ലേ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൺപിള്ളേരെ ഇഷ്ടം, നിന്റെ ഡ്രസ്സിങ് സ്റ്റൈൽ തന്നെ നോക്കിയാൽ ഈ ഒരു ഡ്രസ്സിങ് സ്റ്റൈലാണ് നിന്നെ ഭയങ്കരമായിട്ട് ബാഡ് ആക്കുന്നത്. അത് മാത്രമല്ല നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ അച്ഛൻ വരെ നിന്റെ മേത്ത് വീകുന്നൊക്കെ പറഞ്ഞിട്ട് എന്തല്ലോ ഉപദേശം കൊടുക്കുന്നുണ്ടാവേ. ഉപദേശം കൊടുക്കുന്ന ആരാ? നമ്മളെ ലിഞ്ചി. അത് നമ്മൾ ഫസ്റ്റ് ആലോചിക്കണം. അതേ ടൈം ആയിരിക്കും അവനാണെങ്കിൽ നീ എവിടെയാ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ടാവാ. നമ്മളെ സൂ ആണെങ്കിൽ സിങ്ചൻ ടെക്നോളജി എന്ന് പറയുകയെ. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, എന്ത് സിങ്ങിന്റെ കമ്പനിയിലാണോ? അവിടെയല്ലേ ആ ഒരു ലീ ടു എല്ലാരും വർക്ക് ചെയ്യുന്നത്, നീ മെൻഷൻ ചെയ്ത ആ ഒരു ലീലിയാണോ ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ ചെക്കനാണെങ്കിൽ ഓരോന്ന് കുത്തി ചോദിക്കുന്നുണ്ടോ. സൂ ആണെങ്കിൽ പറയും, ദയവായിട്ട് നീ ഈ ഒരു കാര്യം ആരോടും പറയരുതെന്ന് പറയുമ്പോൾ ലിഞ്ച് ആണെങ്കിൽ ഇല്ല, ഞാൻ ഈ ഒരു കാര്യം ആരോടും പറയൂല. ആ ഒരു ലീലിനെയാണോ നിനക്ക് വളക്കേണ്ടത്? അവക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നല്ലേ ഉള്ളൂ, ഉറപ്പായിട്ട് നിന്റെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സിൽ അവള് വീകൂന്നൊക്കെ പറഞ്ഞിട്ട് കുരുട്ട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ടാവേ. നമുക്കൊരൊറ്റ ഉപദേശം സൂന് കൊടുക്കാനുള്ളൂ. ആ ഒരു ലിഞ്ചന്റെ അടുത്തുനിന്ന് വേഗം രക്ഷപ്പെട്ടു തോന്നുന്നു. അവൻ കൊടുക്കുന്ന ഉപദേശത്തിന് ഇനി എന്തെല്ലാം മണ്ടത്തരങ്ങൾ കാണിക്കുമോ. അപ്പൊ ഇവനാണെങ്കിൽ ഇവന്റെ ഡ്രസ്സിങ് സ്റ്റൈലാ പ്രശ്നം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഓരോ ഡ്രസ്സ് നമ്മൾ സൂനെ കൊണ്ടാണെങ്കിൽ സ്റ്റൈൽ ചെയ്യിപ്പിക്കുന്നുണ്ടാവേ. ഇപ്പൂട്ടി ഡ്രസ്സ് നല്ല രസം ഉണ്ടാവും, എന്നാലും നമ്മളെ ലിഞ്ചക്കാണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടേ ഉണ്ടാവില്ല. അവസാനം ഒരു ഐഡിയ ഉണ്ട്, ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നീ പോയിട്ടുണ്ടെങ്കിൽ നീ ഭയങ്കര ഫാഷനബിൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവും. പിറ്റേ ദിവസം നമ്മളെ ചെക്കൻ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അടിക്കാൻ പോകുന്നുണ്ടാവുക. കോലം കണ്ട കമ്പനിയിലത്തെ എല്ലാരും മന്ദം വിട്ട കുന്തം പോലെ എടുക്കും അവനെ നോക്കുന്നുണ്ടാവുക. നമുക്കേ ചിരി സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ അവരവസ്ഥ ഞാൻ പറയണ്ടല്ലോ. നമ്മളെ മറ്റേ സയമില്ലേ, അവൻ നീ ആരാന്ന് വരെ ചോദിക്കുന്നുണ്ടാവും. മീൻസ് അത്രക്ക് അബദ്ധമായിരിക്കും എന്ന് വെച്ചാൽ അത്രക്ക് അബദ്ധമായിരിക്കും. ഫുൾ ലുക്ക് നോക്കി എനിക്ക് ചിരി വരുന്നത്. ലീനെ ഇംപ്രസ് ചെയ്യേണ്ടിട്ടാണല്ലോ ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ടത്. അവള് തന്നെ പറയുന്നുണ്ടാവുക ഈ ഒരു ഡ്രസ്സ് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി എന്നായിരിക്കെ അവളത് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. നമ്മളെ ചെക്കനാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവില്ല അവളിനി ഇത് പുകഴ്ത്തിയതാണോ അല്ലെങ്കിൽ കളിയാക്കിയതാണോ എന്ന് അവൻ ആലോചിച്ചോട് നിൽക്കുന്നതായിരിക്കും. സയോ ആണെങ്കിൽ പറയുന്നുണ്ടാവുക, ലീ പറഞ്ഞതിൽ ഒറ്റ അർത്ഥേളൂ, അവള് നിന്നെ കളിയാക്കിയതാണ്, ഇനി മേനാൽ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരരുതെന്നും പറയുന്നുണ്ടോ. നമ്മളെ ചെക്കനാണെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട്, അവ ആ കഴുതന്റെ വാക്ക് കേട്ടത് കൊണ്ടാണല്ലോ ഭഗവതി ഇങ്ങനെ നാണം കെട്ടിയെന്ന്. ഇതേ ടൈം ആയിരിക്കും ഒരു വസ്ത്രമിടാത്ത സത്യം നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക. ആ ഒരു ജിങ്യാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിൽ നമ്മളെ കുയിലിന്റെ അങ്കിൾ ഉണ്ടാവേ. ആ ഒരു അങ്കിള് വഴിയായിരിക്കും ശരിക്കും നമ്മളെ ഈക്കാണെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റലിൽ ജോബ് കിട്ടിയിട്ടുണ്ടാവുക. കുയിലി ആണെങ്കിൽ അങ്കിളിനോട് ഈ ഒരു കാര്യം പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഇവള് വഴിയാ കിട്ടിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കോംപ്ലക്സ് ആറ്റം വർദ്ധിച്ചിട്ട് ഇവളോട് പിന്നെ മിണ്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷനിലായിരിക്കെ. എന്നിട്ട് അവളാണെങ്കിൽ ഈ എവിടുത്തുനിന്ന് ചോദിക്കുന്നേരം അയാളാണെങ്കിൽ പറയും, അവനാണെങ്കിൽ സിങ്ചൻ എന്ന് പറഞ്ഞ ടെക്നോളജി പുതിയൊരു 3D പ്രിന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്, അതിന്റെ കുറച്ച് ടെസ്റ്റിങ്ങിലാണെന്ന് പറയേ. അത് കേൾക്കുമ്പോൾ നമ്മളെ കുയിലിക്ക് കുറച്ച് സങ്കടമാവുന്നുണ്ട്. കാരണം സിങ്ചൻ എന്ന് പറഞ്ഞാൽ ആരെ കമ്പനിയാ? സിങ്ങിന്റെ അല്ലേ. അവര് രണ്ടാളും ഒന്നിക്കോ എന്നുള്ളൊരു ടെൻഷനും കൂടി ആയിരിക്കും. നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കനാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ ജോബ് കിട്ടിയെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ QC ആണെങ്കിൽ അവനെ കാണാൻ വരുന്നതായിരിക്കും. QC അല്ല, കുയിലി ആണെങ്കിൽ അവനെ കാണാൻ വരുന്നതായിരിക്കും. അവനും ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും അവളെ ആണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ രണ്ടാളും ഒപ്പം ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടാവും. ഫുഡൊക്കെ കഴിക്കുന്ന ടൈമും അവൾ ഓരോന്ന് എടുത്തു കൊടുക്കുന്ന ടൈമും നമ്മുടെ ഈൻ്റെ മുഖത്ത് ഇതുവരെ ഇല്ലാത്തൊരു ഭാവം നമ്മൾ കാണുന്നുണ്ടാവും. എന്ത് ഭാവോ? പ്രണയഭാവം. പ്രണയമായിരിക്കോ? അങ്ങനത്തെ ഒരു ഭാവമുണ്ട്.
നമ്മളെ ഈ പോയി ഗോയ്സ് ഈ പോയി. ഒരു സീന് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് നമ്മളെ സിങ് ആണെങ്കിൽ ജർമ്മനിയിലേക്ക് പോകുന്നതായിരിക്കും. അതിന്റെ ഓരോ കാര്യങ്ങൾ പാക്ക് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഇടയ്ക്ക് 2 ആണെങ്കിൽ ലീന്റെ ബോയ് ഫ്രണ്ടിനെ കൊണ്ട് ചോദിക്കുന്നുണ്ടാവേ. എന്നിട്ട് 2 ആണെങ്കിൽ പറയൂ, ഫസ്റ്റ് ടൈമാണ് നീ ഇതുപോലത്തെ ഒരു സ്വീറ്റ് ലെവലൊക്കെ വീഴുന്നത് ഞാൻ കാണുന്നത്. നമ്മളെപ്പോൾ അവനെ പരിചയപ്പെടുത്തി കൊടുക്കുമെന്ന് ചോദിക്കുന്നേരം അവളാണെങ്കിൽ പറയൂ, എപ്പാന്നോ സിങ് ജർമ്മനിയിൽ നിന്ന് തിരിച്ചു വരുന്നത് അന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. എല്ലാവരും ഇന്നലെ അവനെ പരിചയപ്പെടുത്തി തരാം. അത് മാത്രമല്ല നിങ്ങളും കൂടി കണ്ടിട്ട് ഒന്ന് കൺഫേം ആക്കണം എന്ന് പറയുമ്പോൾ പിള്ളേർ എല്ലാവരും ഓക്കെ പറയുന്നുണ്ടാവും. അങ്ങനെ 2 ആണെങ്കിൽ അവളെ എപ്പോൾ ഉള്ള പോലെ ലൈവ് പോകുന്നുണ്ടവേ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ലിഞ്ച ആണെങ്കിൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള മെസ്സേജ് ഒക്കെ നമ്മളെ ലിഞ്ച 2 അയക്കുന്നുണ്ടാവും. ലിഞ്ച ആണെങ്കിൽ പറയും, ഇന്ന് നീ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, അതിൻ്റെ കാരണം എന്ന് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവേ. നമ്മളെ പെണ്ണാണെങ്കിൽ ടെക്സ്റ്റ് അയച്ചിട്ടാണെങ്കിൽ പറയും, നീ ഇങ്ങനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് നിൽക്കല, ഞാൻ ഇങ്ങനെ ലൈവ് പോകുന്നത് കാണുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ പറയും, അന്ന് നീ ബാറിൽ വന്നിട്ട് പാടിയിട്ടില്ലേ, അതിന് ഒരുപാട് ഫാൻസ് ഉണ്ടായിന്, അതുകൊണ്ട് ഇന്ന് ഞാൻ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരുപാട് പൈസ തരാമെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ പെണ്ണും ഒരുപാട് ഹാപ്പി ആവുകയെ. ഇതൊന്നും അറിയാണ്ട്, ഇതെല്ലാം നമ്മളെ സിംഗ് എന്തിനാ അറിയുന്നല്ലേ, നമ്മൾ സിംഗ് ആണെങ്കിൽ അവൾക്ക് ജർമ്മനിയിൽ പോകേണ്ട ഫ്ലൈറ്റിൽ കയറുന്ന ടൈമായിരിക്കും ഒരാളെ അവൾ കാണുന്നുണ്ടാവുക. ആര്, നമ്മളെ ഹാനെ കണ്ടിട്ട് അവൾ ഷോക്കായി നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. അവൾ ഒറ്റക്ക് പോകുന്നതായിരിക്കും അവൾ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ എങ്കിൽ അങ്ങനെയല്ല, അവളെ കൂടെ നമ്മളെ ഹാനുണ്ട്. അത് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും. ബൈ.